ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ രണ്ടാമത്തെ ക്ലാസ്. ഇന്നലെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞത് ഡെറിവേറ്റീവ്സ് മീൻസ് വാട്ട് ഈസ് ഡിറൈവ്ഡ് ആൻഡ് ഫ്രം വിച്ച് ഇറ്റ് ഈസ് ഡിറൈവ്ഡ്. എവിടുന്നാണ് ഡിറൈവ് ചെയ്തത്, എന്തിൽ നിന്നാണ് ഡിറൈവ് ചെയ്തത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാർക്കറ്റില് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കാറ്റഗറി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ പറഞ്ഞു, മെൻ ആർ എക്സ്പോസ്ഡ് ടു ഡിഫറെന്റ് റിസ്ക്സ് ആൻഡ് മോസ്റ്റ് ഓഫ് ദി റിസ്ക്സ് ഹ്യൂമൻ ബീയിങ്സ് കനോട്ട് പ്രഡിക്റ്റ്. ഇന്നലെ ഞാൻ പറഞ്ഞതാണ്, നമ്മൾ മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് റിസ്കുകൾ എന്ന് പറയുന്നത് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പല റിസ്കുകളും നമുക്ക് മുൻകൂറായിട്ട് കാണാനോ അത് ഇല്ലായ്മ ചെയ്യുന്നതിന് ആവശ്യം വരുന്നതായിട്ടുള്ള പ്രിക്കോഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ടോ സാധിക്കില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം, COVID-19 എന്ന് പറയുന്ന പാൻഡമിക് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാക്കിയിട്ടുള്ള കോൺസിക്വൻസസിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ഒരു മേഖലയും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത എല്ലാ മേഖലകളിലുള്ള ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഇപ്പൊ നമ്മളുടെ ലൈഫ് എന്ന് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് COVID-19 എന്ന് പറയുന്ന ഒരു പാൻഡമിക് ഡിസീസ് വരും എന്നുള്ളത് മുൻകൂറായിട്ട് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനാവശ്യം വരുന്നതായിട്ടുള്ള പ്രിക്കോഷൻസ് എടുക്കാനോ സാധിച്ചിട്ടില്ല. ഇപ്പൊ വന്നിട്ടും 5-8 മാസങ്ങളായി. ഇനി അതിനുള്ള എന്താ പറയാ കുത്തിവയ്പ്പൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു പാൻഡമിക് ഡിസീസിനെ നമുക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ വളരെയേറെ ഭയപ്പാടോട് കൂടിയിട്ടാണ് ഇപ്പോഴത്തെ ഓരോ ദിവസം എന്ന് പറയുന്നത് തള്ളി നീക്കുന്നത്. അപ്പൊ ഇത് മുൻകൂറായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കാത്തതാണ്. ഫ്ലഡ്, അതേപോലെ തന്നെ എർത്ത് ക്വേക്ക്, പിന്നെ ഡ്രോട്ട് എന്നൊക്കെ പറയുന്ന പല വിധത്തിലുള്ള എറേഴ്സ് അല്ലെങ്കിൽ പാൻഡമിക് ആയിട്ടുള്ള ഡിസീസസ് പോലെ തന്നെ നമുക്ക് മുൻകൂറായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ട് ആവശ്യം വരുന്നതായിട്ടുള്ള പ്രിക്കോഷൻസ് അണ്ടർടേക്ക് ചെയ്യാനായിട്ട് സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളിൽ കൂടി നമ്മൾ ലൈഫിൽ കൂടി കടന്നു പോകുന്നുണ്ട്. ആക്സിഡന്റ്, ഇപ്പൊ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനത്തിന് ആക്സിഡന്റ് ഉണ്ടായി എന്ന് വരാം. അതല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും വേറെ ഏതെങ്കിലും വാഹനങ്ങൾ നമ്മളുടെ വാഹനത്തിൽ വന്നിട്ട് ടച്ച് ചെയ്യേ, അതല്ലെങ്കിൽ ക്രാഷ് ഉണ്ടാവുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആക്സിഡന്റുകളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം. എല്ലാം നമുക്ക് മുൻകൂറായിട്ട് കാണാനോ അത് കാരണം ഉണ്ടാകുന്നതായിട്ടുള്ള റിസ്കിനെ പൂർണ്ണമായിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാനോ സാധിക്കില്ല. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ റിസ്കിനെ അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണെങ്കിലും എല്ലാവിധത്തിലുള്ള കോൺസിക്വൻസസിനെ ഒന്നും നമുക്ക് ഒരു കാരണവശാലും ഇൻഷൂർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനില് അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഉണ്ട്, ഇൻഫ്ലേഷൻസ് വരുന്നത് കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഉണ്ട്, ജനറൽ എക്കണോമിക് കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഉണ്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റുകളിൽ വ്യത്യാസം വരുന്നത് കൊണ്ടുണ്ടാകുന്ന റിസ്ക് ഉണ്ട്. ഇങ്ങനെയൊക്കെ വരുന്ന പല വിധത്തിലുള്ള റിസ്കുകളെ മാനേജ് ചെയ്യുന്നതിന് ഒരു പരിധി വരെ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് സംവിധാനങ്ങൾ എന്നുള്ള രൂപത്തിലാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റൻഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാല് ഫിനാൻഷ്യൽ ഡിവൈസസ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റ് ടു റെഡ്യൂസ് ദി ട്രാൻസാക്ഷൻ ഓർ ടു റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻസ്. നമ്മൾ നടത്തുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിൽ നമുക്കുണ്ടാവാനായിട്ട് സാധ്യതയുള്ള ഒരു റിസ്കിനെ ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ഒരു പരിധിവരെ ഇല്ലാതാക്കുന്നതിന് നമ്മൾ ഫിനാൻഷ്യൽ മാർക്കറ്റില് ഏതെല്ലാം വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഡിവൈസസ് ആണോ യൂട്ടിലൈസ് ചെയ്യുന്നത് ആ ഫിനാൻഷ്യൽ ഡിവൈസസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. സോ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് മീൻസ് എ ഫിനാൻസ് ഡിവൈസ് അവൈലബിൾ ഇൻ ദി മാർക്കറ്റ് ടു റെഡ്യൂസ് ദി ട്രാൻസാക്ഷൻ ഓർ ടു റെഡ്യൂസ് ദ റിസ്ക്. നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ള നഷ്ടത്തിനെ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെല്ലാം വിധത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്കിൽ ആ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിനെ എല്ലാം കൂടി ചേർത്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ആൻഡ്
derivatives when the firm reduces the risk exposed by the derivatives. എപ്പോഴാണ് റിസ്ക് റെഡ്യൂസ് ചെയ്യണം എന്ന് ഒരു ബിസിനസ് ഓർഗനൈസേഷന് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിലെ ഇൻസ്റ്റിറ്റ്യൂഷന് തോന്നുന്നത് എങ്കിൽ അപ്പോൾ അവര് യൂസ് ചെയ്യുന്നതായിട്ടുള്ള ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്സിൽ അവർ അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ഹെഡ്ജിങ്. ഹെഡ്ജ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ വരുന്ന പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നതാണ് ഹെഡ്ജ് ഇക്വിറ്റീസ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഹെഡ്ജ് ഇക്വിറ്റീസ് എന്ന് പറയുന്ന ആ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയും. ആ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നതിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്ന ഡെഫിനിഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹെഡ്ജിങ് എന്ന് പറഞ്ഞാൽ ഓഫ്സെറ്റിംഗ് ദ റിസ്ക് ഓർ റെഡ്യൂസിംഗ് ദി റിസ്ക്, അതിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകിൽ റിസ്കിനെ പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഒഴിവാക്കുന്നതിന് അല്ലെങ്കിൽ കുറയ്ക്കുന്നതിന് ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റിൽ എന്ത് പ്രോസസ് ആണോ ചെയ്യുന്നത്, ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ ഹെഡ്ജിങ് ആക്ടിവിറ്റീസ്. ആൻഡ് ഇൻഡിവിജ്വൽ ഈസ് വില്ലിംഗ് ടു പേ എ പ്രൈസ് to transfer the risk or they are ready to take higher risk in a particular ability. ഇപ്പൊ നമുക്ക് റിസ്ക് റെഡ്യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ചെന്നിട്ട് ഒരു ഇൻസ്ട്രുമെന്റ് വാങ്ങുമ്പോൾ എനിക്ക് അതിലുള്ള റിസ്ക് കുറച്ച് തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഒരു ബിസിനസ് ഓർഗനൈസേഷന് ചെയ്യാനായിട്ട് സാധിക്കില്ല. അണ്ടിൽ വി ആർ റെഡി ടു പേ എ ഹൈ റേറ്റ് ഫോർ റെഡ്യൂസിങ് ദ റിസ്ക്. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതായിട്ടുള്ള റിസ്കിന് ആനുപാതികമായിട്ടുള്ള ഒരു പേയ്മെന്റ് നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാവുകയാണെങ്കിൽ മാത്രമേ ബിസിനസ് ഓർഗനൈസേഷൻസിന് നമുക്ക് ചേഞ്ച് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻഫ്ലേഷൻ, ജനറൽ എക്കണോമിക് കണ്ടീഷൻസ്, അതേപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള നഷ്ടം ഒരു പരിധിവരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ രണ്ടാൾക്കാരുടെയും കൂടി മ്യൂച്വൽ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിലാണ് ഹെഡ്ജിങ് എന്ന് പറയുന്ന ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിന്റെ പ്രോസസ് അണ്ടർടേക്ക് ചെയ്യുന്നത്. ബോത്ത് പാർട്ടീസ് വിൽ ബി വില്ലിംഗ് to reduce the risk on that particular transaction or the risk of investment. പണം നമ്മൾ നിക്ഷേപിക്കുമ്പോൾ നമുക്ക് സംഭവിക്കാനായിട്ട് സാധ്യതയുള്ള നഷ്ടം റെഡ്യൂസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കാത്ത ഒരു ഇൻവെസ്റ്ററും ഉണ്ടാവില്ല. അപ്പൊ സാധാരണ ഉണ്ടായേക്കാനായിട്ട് സാധ്യതയുള്ള റിസ്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ഇൻഷുർ ചെയ്യാം. പക്ഷെ അതിൽ കൂടുതൽ സംഭവിക്കുന്നതായിട്ടുള്ള റിസ്കുകൾ ബിസിനസ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ കമ്പനി കവർ ചെയ്യണമെങ്കിൽ അതിനൊരു നിശ്ചിത ശതമാനം അഡീഷണൽ ഫീസ് അല്ലെങ്കിൽ അഡീഷണൽ പേയ്മെന്റ് എന്ന് പറയുന്നത് ഇൻവെസ്റ്റർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തയ്യാറാവണം. അങ്ങനെ ഇൻവെസ്റ്റർ അഡീഷണൽ പേയ്മെന്റ് കൊടുക്കാനായിട്ട് തയ്യാറാവുമ്പോഴാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ ഉണ്ടാകുന്ന ഒരു പരിധി വരെയുള്ള റിസ്ക് എന്ന് പറയുന്നത് അവോയ്ഡ് ചെയ്യുന്നത്. ആ റിസ്ക് അവോയ്ഡ് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സിനെ അല്ലെങ്കിൽ ആ റിസ്ക് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ഹെഡ്ജിങ് എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇനി ഡെറിവേറ്റീവ്സിനെ നമുക്ക് പ്രധാനമായിട്ട് 3 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് കോൺട്രാക്ട്. ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് കോൺട്രാക്ട്. നേച്ചർ ഓഫ് കോൺട്രാക്ട് അല്ലെങ്കിൽ നേച്ചർ ഓഫ് പേ ഓഫ്, ഇതിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദി ബേസിസ് ഓഫ് അണ്ടർലൈങ് അസെറ്റ്. ഓൺ ദി ബേസിസ് ഓഫ് അണ്ടർലൈങ് അസെറ്റ്. പിന്നെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ഓൺ ദി ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം. ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പറയുന്ന ഡെറിവേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് പേ ഓഫ് ഓർ ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് കോൺട്രാക്ട്. അതിനെ 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫസ്റ്റ് ക്ലാസിഫിക്കേഷന്റെ ബേസിസ് എന്ന് പറയുന്നത് ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്
options and for these swaps. അങ്ങനെ 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ടാണ് ഓൺ ദി ബേസിസ് ഓഫ് ദി പേ ഓഫ് ഓർ ഓൺ ദി ബേസിസ് ഓഫ് ദി നേച്ചർ ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡെറിവേറ്റീവ്സിനെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് 4 ക്ലാസിഫിക്കേഷൻ ഫോർവേഡ്സ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷൻസ്, സ്വാപ്സ് എന്ന് പറയുന്ന 4 ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഫോർവേഡ്സ്. പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ക്രിയേറ്റഡ് ബിറ്റ്വീൻ 2 ഡിഫറെന്റ് പാർട്ടീസ് ടു പെർഫോം അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ മുന്നിലേക്ക് ആക്കി വെക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 2 ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടീസ് തമ്മിൽ, അതായത് ബയർ ആൻഡ് സെല്ലർ agrees to exchange an asset on a future date at a specified price agreed upon at the time of creating the contract. ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവര് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റില് ഏത് അസറ്റ് ഏത് ഫ്യൂച്ചർ ഡേറ്റില് ഏത് പ്രൈസിനാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടുന്നത് എന്ന് സ്പെസിഫിക് ആയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലാതെ അപ്പോഴത്തെ താഞ്ച പോലെ ചെയ്യാന്ന് പറഞ്ഞിട്ടല്ല കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഒരു മെഷീനറി എന്ന് പറഞ്ഞാൽ പോരാ, സ്പെസിഫിക് ആയിട്ട് ഇന്ന മെഷീനറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. അത് ഇന്ന ഡേറ്റിന് ഇത്ര തുകയ്ക്ക് ഇന്ന ആൾക്ക് സെയിൽസ് നടത്താം എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് കോൺട്രാക്ട് ഈസ് കൺസിഡറിങ് ആസ് എ ഫോർവേഡ് കോൺട്രാക്ട്. അപ്പൊ ഒരു കമ്മോഡിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഒരു ഫ്യൂച്ചർ ഡേറ്റില് ഒരു സ്പെസിഫൈഡ് പ്രൈസിന് ഇന്ന ആൾക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിൽ ആ കോൺട്രാക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഫോർവേഡ് കോൺട്രാക്ട്. പൈസ പിന്നെ മാറ്റാൻ പറ്റില്ല, സമയം പിന്നെ മാറ്റാൻ പറ്റില്ല. ഏത് ഐറ്റാണോ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് ഡിസൈഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ ഡിസൈഡ് ചെയ്തിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നതും ഒരു കാരണവശാലും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദാറ്റ് ഈസ് വൈ ദിസ് കോൺട്രാക്ട് ഈസ് കൺസിഡറിങ് ആസ് എ ബൈലാറ്ററൽ കോൺട്രാക്ട്. നിങ്ങൾ യൂണിലാറ്ററൽ കോൺട്രാക്ട്, ബൈലാറ്ററൽ കോൺട്രാക്ട് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. 2 സൈഡ് പെർഫോമൻസ് വരുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. സോ ബോത്ത് ദി ബയർ ആസ് വെൽ ആസ് ദി സെല്ലർ ഈസ് റെസ്പോൺസിബിൾ ടു പെർഫോം ദെയർ പാർട്ട് ഓഫ് ദി പ്രോമിസസ് ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോൺട്രാക്ട്. ആ കോൺട്രാക്ട് ആണ് ബൈലാറ്ററൽ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി ഈ കോൺട്രാക്ടിന് വേറൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയും കൂടിയുണ്ട്. ഇറ്റ് ഈസ് കൺസിഡറിങ് ആസ് ആൻ OTC കോൺട്രാക്ട്. OTC എന്ന് പറഞ്ഞാൽ ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് കാനോട്ട് ബി അണ്ടർടേക്കൺ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ അപ്രൂവഡ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളും ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ ലിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള സെക്യൂരിറ്റീസിന്റെ ട്രേഡിങ്ങും കൃത്യമായിട്ട് കഴിഞ്ഞ പേപ്പറിൽ നമ്മൾ പഠിച്ചതാണ്. അതേപോലുള്ള ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നതല്ല ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഫോർവേഡ് കോൺട്രാക്ട് ഈസ് ജനറലി ക്ലോസ്ഡ് വിത്ത് ദ ഡെലിവറി ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. ഇപ്പൊ ഞാന് ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുമായിട്ട് ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസംബർ 15-നാണ് എനിക്ക് ആ മെഷീനറി ഇനി 50,000 രൂപയ്ക്ക് തരാം എന്ന് പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഡിസംബർ 15-ന് എനിക്ക് മെഷീനറി കിട്ടും. അതേസമയത്ത് ഞാൻ 50,000 രൂപ കൊടുത്തു കഴിയുന്നതോടുകൂടി ആ കോൺട്രാക്ട് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആവും. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ OTC കോൺട്രാക്ട് എന്ന് പറയുന്നത്. പാർട്ടീസ് നേരിട്ട് ട്രാൻസാക്ഷൻസ് നടത്തുകയും ആ ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ആകുന്നതോടുകൂടി ആ ബിസിനസ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് OTC കോൺട്രാക്ട്. അങ്ങനെയുള്ള ഒരു OTC കോൺട്രാക്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഫ്യൂച്ചേഴ്സ്. നമ്മൾ പേരിൽ തന്നെ ഉണ്ട്, ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ് to buy or sell an asset or an instrument at a certain time in a future at a certain price. അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ഒരു പർട്ടിക്കുലർ ഡേറ്റിന് ഒരു സ്പെസിഫൈഡ് സെക്യൂരിറ്റി ഒരാൾക്ക് മറ്റൊരാളിൽ നിന്ന് വാങ്ങിക്കുകയോ വിൽപ്പന നടത്തുകയോ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ഈ പറയുന്ന ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്.
സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡിംഗ് നടത്തുന്നതായിട്ടുള്ളതായതുകൊണ്ട് ഫ്യൂച്ചർ കോൺട്രാക്ടിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേര് എന്ന് പറയുന്നതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് കോൺട്രാക്ട് ഈസ് ദാറ്റ് ദ പ്രൈസ് വിൽ ബി ഡിസൈഡഡ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് ടു മാർക്കറ്റ് സിറ്റുവേഷൻസ്. നമ്മൾ ഫോർവേഡ് കോൺട്രാക്റ്റിൽ പറഞ്ഞതുപോലെ മുൻകൂറായിട്ട് ഡിസൈഡ് ചെയ്യുന്ന പ്രൈസിന്റെ അടിസ്ഥാനത്തിലല്ല ഈ പറയുന്ന ട്രാൻസാക്ഷൻ അണ്ടർടേക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ഷെയർസ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസ് ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി വിൽപ്പന നടത്തുന്ന അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി വാങ്ങിക്കുന്നതാണ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. അപ്പൊ സെക്യൂരിറ്റീസിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ വേരി ചെയ്യുന്നതിന് അനുസൃതമായിട്ട് ഈ പറയുന്ന ബയർ അല്ലെങ്കിൽ സെല്ലർ കൊടുക്കേണ്ടി വരുന്നതായിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിരിക്കും. നമുക്ക് മുൻകൂറായിട്ട് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺട്രാക്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സിറ്റുവേഷൻസ് എക്സിസ്റ്റിംഗ് ഇൻ ദി മാർക്കറ്റ്. ചിലപ്പോൾ പ്രൈസ് കൂടിയെന്ന് വരാം, ചിലപ്പോൾ പ്രൈസ് കുറഞ്ഞു എന്ന് വരാം, ചിലപ്പോൾ നമ്മൾ കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഉള്ള പ്രൈസ് ആയി എന്ന് വരാം. അതാത് സമയങ്ങളിലെ മാർക്കറ്റ് സിറ്റുവേഷൻസ് എന്താണോ ആ മാർക്കറ്റ് സിറ്റുവേഷൻസിന് അനുസൃതമായിട്ടാണ് ഈ പറയുന്ന കോൺട്രാക്റ്റുകളിൽ പ്രൈസ് എന്താണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അത് ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് വേറെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഇപ്പൊ ഞാൻ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ സമയത്ത് അത് ജസ്റ്റ് പറഞ്ഞു പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി മൂന്നാമത് പറയുന്നതാണ് ഓപ്ഷൻസ്. പേരിൽ തന്നെ ഉണ്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈസ് ഓൾസോ കോൾഡ് ബൈ ദ ടേം സ്ട്രൈക്ക് പ്രൈസ്. ഈ ഓപ്ഷനില് കാണിക്കുന്നതായിട്ടുള്ള പ്രൈസിനെ നമ്മൾ കോമൺ ആയിട്ട് വിളിക്കുന്നതായിട്ടുള്ള പേര് എന്ന് പറയുന്നതാണ് സ്ട്രൈക്ക് പ്രൈസ്, വിച്ച് ഈസ് ദ സ്പെസിഫൈഡ് പ്രൈസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഓപ്ഷൻ കോൺട്രാക്ട്. ആൻഡ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദി ഓപ്ഷൻ കോൺട്രാക്ട് ഈസ് ദാറ്റ് an option refers to the right but not an obligation to buy or sell a security or other asset during a given time for a specific price. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാല് ഒരു കമ്പനി 100 രൂപ വീതം വില വരുന്നതായിട്ടുള്ള ഇക്വിറ്റി ഷെയർസ് സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്തു. ആ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്ത സമയത്ത് ഞാൻ ആ കമ്പനിയുടെ 50 ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഞാൻ അതിനാവശ്യം വരുന്നതായിട്ടുള്ള പേപ്പേഴ്സ് ഒക്കെ റെഡിയാക്കി അതിനാവശ്യം വരുന്നതായിട്ടുള്ള അപ്ലിക്കേഷൻസ് അയച്ചു. 2 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഷെയർസ് സെയിൽസ് നടത്തുന്നുള്ളൂ. കാരണം അത് പ്രോസ്പെക്ടസിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു കാരണവശാലും ഞാൻ ആ സെക്യൂരിറ്റീസ് വാങ്ങിച്ചോളണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് ഈസ് മൈ ഓപ്ഷൻ ടു പർച്ചേസ് ദാറ്റ് പർട്ടിക്കുലർ സെക്യൂരിറ്റീസ് അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് വെൻ ദ കമ്പനി അലോട്ട്സ് ദ ഷെയർസ്. ഞാൻ ഇപ്പോഴാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. 2 മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്യൂരിറ്റീസ് ഓപ്പൺ മാർക്കറ്റിൽ സെയിൽസ് നടത്തുന്നുള്ളൂ. ആ സമയത്ത് എനിക്കിപ്പോൾ അത് വാങ്ങിക്കൊള്ളണം എന്ന് തോന്നുന്നില്ല എങ്കിൽ it is my option to decide whether it is to be purchased or not. അപ്പൊ എനിക്ക് തീരുമാനിക്കാം അത് വാങ്ങിക്കണോ വാങ്ങിക്കണ്ടയോ എന്നുള്ളത്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഓബ്ലിഗേഷൻ അല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അപ്ലൈ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഞാനത് വാങ്ങണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അല്ലാതെ അതെന്റെ ഒരു ഉത്തരവാദിത്വമൊന്നുമല്ല. ഞാനത് അപ്പോൾ അപ്ലിക്കേഷൻ കണ്ട സമയത്ത് ഞാൻ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. 2 മാസം കഴിഞ്ഞിട്ട് ഈ സെക്യൂരിറ്റീസ് കമ്പനി ഓഫർ ചെയ്യുന്ന സമയത്ത് അത് വാങ്ങിക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഐ ക്യാൻ ക്വിറ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ആ ഓപ്ഷനിൽ നമ്മൾ ആ സമയത്ത് എന്ത് പ്രൈസ് ആണോ കൊടുക്കേണ്ടതായിട്ട് വരുന്നത് ദാറ്റ് പ്രൈസ് ഈസ് കോൾഡ് ബൈ ദ ടേം ദ സ്ട്രൈക്ക് പ്രൈസ്. അപ്പൊ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ പർട്ടിക്കുലർ ഡേറ്റ് വരേക്ക് നമുക്കത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ നാളെയാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് എങ്കിൽ നാളെ എപ്പോഴാണ് ഈ സെയിൽസ് നടക്കുന്നത് എങ്കിൽ ആ സമയം വരെ എനിക്കത് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് മൈ ഓബ്ലിഗേഷൻ. ഞാനത് വാങ്ങിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷെ അത് വിൽപ്പന തുടങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ കമ്പനി ഓഫർ ചെയ്യുന്നതായിട്ടുള്ള പ്രൈസ് എന്താണോ ആ പ്രൈസിന് ഞാൻ ആ പർട്ടിക്കുലർ സെക്യൂരിറ്റി എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പൊ സ്പെസിഫൈഡ് പീരിയഡ് എപ്പോഴാണ്
സെയിൽസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് പീരീഡ് മെൻഷൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ ആ മെൻഷൻ ചെയ്തിട്ടുള്ള സമയം വരെ എനിക്ക് വേണമെങ്കിൽ ആ കോൺട്രാക്ട് അല്ലെങ്കിൽ ആ എഗ്രിമെന്റ് ക്യാൻസൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ എന്ന് പറയുന്നത് അവർ ഡിസിഷൻ ടു പർച്ചേസ് ഓർ ടു ക്വിറ്റ് ഫ്രം ദാറ്റ് പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ. അതെന്റെ ഒരു എന്താ പറയാ അധികാരത്തിൽ വരുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ എന്റെ ഒരു ചോയ്സ് ആണ്. അത് പർച്ചേസ് ചെയ്യണോ അതോ റിജക്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുക എന്നുള്ളത്. പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എനിക്ക് അതിൽ ഓബ്ലിഗേഷൻ ഉള്ളൂ. അതേസമയത്ത് ഞാനത് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നോ ഓബ്ലിഗേഷൻ അറൈസസ് ഔട്ട് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കോൺട്രാക്ട്. അതിനെയാണ് നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. അതേപോലെ തന്നെ ഓവർ ദി കൗണ്ടർ OTC എന്ന് പറഞ്ഞിട്ട് അതിലും വേണമെങ്കിൽ അണ്ടർടേക്ക് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് കോൺട്രാക്ട് എന്ന് പറയുന്നതാണ്. ഇനി നാലാമത്തതാണ് നമ്മൾ പറയുന്ന സ്വാപ്സ്. Swaps are derivative contract in which two parties exchange their financial obligation. രണ്ട് കക്ഷികൾക്കും ഓബ്ലിഗേഷൻ ഉള്ള കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് സ്വാപ്സ് എന്ന് പറയുന്നത്. ക്യാഷ് ഫ്ലോസ് ആണ് സാധാരണയായിട്ട് സ്വാപ്പ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് വിത്ത് എ പ്രിൻസിപ്പൽ എമൗണ്ട് ആൻഡ് എ നോഷണൽ എമൗണ്ട്. ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയുന്നത് ഫിക്സ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അണ്ടർടേക്ക് ചെയ്യുന്നതായിട്ടുള്ള ഒരു കോൺട്രാക്ട് എന്ന് പറയുന്നതാണ് സ്വാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഒരു കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ഒരാള് 1,00,000 രൂപ ലോണ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്ലിക്കേഷൻ കൊടുത്തു. അപ്പൊ അപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അയാൾ ആദ്യം ആ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ മെമ്പർ ആയിട്ടുണ്ടാവണം. അപ്പൊ മെമ്പർ ആവാനായിട്ട് 1000 രൂപ കൊടുത്തിട്ട് അയാൾ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് ചെയ്തു. ഈ 1000 രൂപ എന്ന് പറയുന്നത് ഒരു കാരണവശാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്ടിന്റെ ഒരു പാർട്ടായിട്ട് കൂട്ടില്ല. കാരണം കോൺട്രാക്റ്റിൽ ബാങ്ക് ഈസ് ഓഫറിംഗ് 1 lakh rupees ആസ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ടു ദാറ്റ് പർട്ടിക്കുലർ പേഴ്സൺ. പക്ഷെ ആ ലോൺ അയാൾക്ക് കിട്ടണമെങ്കിലുള്ള ഒരു പ്രീ റെക്വിസിറ്റ് എന്ന് പറയുന്നതാണ് അയാള് ആ കോഓപ്പറേറ്റീവ് ബാങ്കിലെ മെമ്പർ ആയിരിക്കണം. അപ്പൊ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു? 1000 രൂപ കൊടുത്തിട്ട് മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് വാങ്ങിച്ചു. പക്ഷെ ഈ 1000 രൂപ എന്ന് പറയുന്നത് അവര് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു കോൺട്രാക്ടിന്റെ യാതൊരു പാർട്ടുമായിട്ട് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കില്ല. അയാളെ 1,00,000 രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അത് നിർബന്ധമായിട്ട് അയാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഈ 1000 രൂപ അതിലേക്ക് ഒരു കാരണവശാലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ സ്വാപ്പ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിന് വേണമെങ്കിൽ ഫ്ലെക്സിബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. വിത്ത് ദ കൺസെന്റ് ഓഫ് ബോത്ത് പാർട്ടീസ് ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ഫ്ലെക്സിബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അത് മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഭാവിയിൽ അണ്ടർടേക്ക് ചെയ്യാനായിട്ടുള്ള ഒരു കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നോമിനൽ എമൗണ്ട് കോൺട്രാക്റ്റില് ആരാണ് ബെനിഫിഷ്യറി എങ്കിൽ അയാൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ പ്രൊവൈഡ് ചെയ്യുന്ന എമൗണ്ടിന് ഒരു കാരണവശാലും ഈ കോൺട്രാക്റ്റിന്റെ ഒരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കില്ല. അത്തരത്തിലുള്ള കോൺട്രാക്റ്റിനെ നമ്മൾ പറയുന്ന പേരാണ് swap contract, and it is undertaken through the OTC between the business or the financial institutions. ബാങ്കുകളാണ് സാധാരണ ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇത്തരത്തിലുള്ള കോൺട്രാക്റ്റുകൾ സാധാരണയായിട്ട് അണ്ടർടേക്ക് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ. ഓൺ ദി ബേസിസ് ഓഫ് പേ ഓഫ് or on the basis of the contract, it can be classified into 4 important categories, which are forwards, futures, options and swaps. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് on the basis of the underlying asset. ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഓൺ ദി ബേസിസ് ഓഫ് ദി അണ്ടർലൈയിങ് അസറ്റ്. എന്ത് വസ്തുവിന്റെ അടിസ്ഥാനത്തിലാണ്? അത് സെക്യൂരിറ്റീസ് ആവാം, കമ്മോഡിറ്റീസ് ആവാം, അതല്ലെങ്കിൽ മെറ്റൽസ് പോലെയുള്ള സംഭവങ്ങളാവാം. ഏതെങ്കിലും ഒരു പ്രത്യേക അസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ് കോൺട്രാക്ട് എന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഡെറിവേറ്റീവ്സിന് അടിസ്ഥാനമായിട്ടുള്ള അല്ലെങ്കിൽ ഡെറിവേറ്റീവ്സ്
എന്ത് അസറ്റിന്റെ അടിസ്ഥാനത്തിലാണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ദാറ്റ് അസറ്റ് ഈസ് കോമൺലി കോൾഡ് ബൈ ദ ടേം ദ അണ്ടർലൈയിങ് അസറ്റ്. ഇനി അണ്ടർലൈയിങ് അസറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഡെറിവേറ്റീവ്സിനെ രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കമ്മോഡിറ്റി ഡെറിവേറ്റീവ് ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്. കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുമ്പോൾ ഏത് കമ്മോഡിറ്റി ആവാം? റൈസ്, വീറ്റ്, കോട്ടൺ, ഓയിൽ സീഡ്സ്, ടീ, കോഫി, റബ്ബർ എന്നൊക്കെ പറയുന്ന ഏത് ടൈപ്പിലുള്ള കമ്മോഡിറ്റീസും ആവാം. അതേപോലെ തന്നെ മെറ്റൽസും ആവാം. കോപ്പർ, അയേൺ, ഗോൾഡ്, സിൽവർ എന്നൊക്കെ പറയുന്ന മെറ്റൽസിന്റെ അടിസ്ഥാനത്തിലും ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡെറിവേറ്റീവ്സിനെയാണ് നമ്മൾ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാവാം, അതല്ലെങ്കിൽ മെറ്റൽസ് ആവാം. ഈ തരത്തിലുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷന് ഉപയോഗിക്കാവുന്ന റബ്ബർ, അടയ്ക്ക, കുരുമുളക് എന്നൊക്കെ പറയുന്ന വസ്തുക്കളുടെ രൂപത്തിലുള്ളതാവാം. നമ്മൾ ഉടനെ കൺസ്യൂം ചെയ്യുന്ന ധാന്യങ്ങളുടെ അടിസ്ഥാനത്തിലാവാം, അല്ലെങ്കിൽ ഓയിൽ സീഡ്സിന്റെ അടിസ്ഥാനത്തിലാവാം. എന്തിന്റെയെങ്കിലും ഒരു പ്രത്യേക വസ്തുവിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള ഡെറിവേറ്റീവ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. ഇനി രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ്. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൽ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്രോഡക്ട്സോ ആയിരിക്കണം. അതുകൊണ്ടാണ് അതിന് ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് ഡിറൈവ് ദെയർ വാല്യൂ ഫ്രം ദി ഫിനാൻഷ്യൽ അസറ്റ് ഓർ ഫ്രം ദി ഫോറിൻ എക്സ്ചേഞ്ച്. കറൻസി, ഫോറിൻ കറൻസി ആവാം, ഹോം കറൻസി ആവാം. അതേപോലെ തന്നെ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, ഇൻട്രസ്റ്റ് റേറ്റ് തുടങ്ങിയിട്ടുള്ള സെക്യൂരിറ്റീസിനെ ഇൻക്ലൂഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ക്ലാസിഫിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അണ്ടർലൈയിങ് അസറ്റ് എന്ന് പറയുന്നത് കറൻസി ആയിട്ടോ അതല്ലെങ്കിൽ ഷെയർസ് ആയിട്ടോ ഡിബഞ്ചേഴ്സ് ആയിട്ടോ ബോണ്ടായിട്ടോ ഒക്കെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണെങ്കിൽ അതിനെ നമ്മൾ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറയും. അതല്ല നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള കമ്മോഡിറ്റീസ് ആണെങ്കിൽ ഇറ്റ് മേ ബി ക്ലാസിഫൈഡ് അണ്ടർ ദ കമ്മോഡിറ്റി ഡെറിവേറ്റീവ്സ്. അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ഇനി മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് trading mechanism. On the basis of trading mechanism, the derivatives are classified on the way in which it is traded. ഏത് വിധത്തിലാണ് ഈ പറയുന്ന ഡെറിവേറ്റീവ്സിനെ നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നതാണ് ഓൺ ദി ബേസിസ് ഓഫ് ട്രേഡിംഗ് മെക്കാനിസം എന്ന് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്യാം. ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ്, നമ്മളിവിടെ എഴുതിയിട്ടുള്ള OTC, ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ്, ആൻഡ് സെക്കൻഡ് ഈസ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്. രണ്ട് ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ഒന്ന് ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ് ആൻഡ് സെക്കൻഡ് ഈസ് കോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ്. ഓവർ ദി കൗണ്ടർ ഡെറിവേറ്റീവ്സ് നമ്മൾ പറഞ്ഞു the two persons who are knowing each other or personally knowing persons are creating with a particular contract to trade outside the stock exchange is called over the counter derivatives. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾ അവരുടെ കൈവശമുള്ള ഏതെങ്കിലും വസ്തുക്കൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പുറത്ത് വെച്ചിട്ട് സെയിൽസ് നടത്തുകയോ പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റുകളാണെങ്കിൽ അത്തരത്തിലുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ OTC കോൺട്രാക്ട് അല്ലെങ്കിൽ ഓവർ ദി കൗണ്ടർ കോൺട്രാക്ട് എന്ന് പറയുന്നത്. രണ്ട് കൗണ്ടർ പാർട്ടീസ് ഉണ്ടായിരിക്കണം ആൻഡ് ദേ ആർ ഒബ്ലൈജ്ഡ് ടു ഈച്ച് അതർ. ഇപ്പൊ എയും ബിയും തമ്മിൽ ഒരു കമ്മോഡിറ്റി സെയിൽസ് നടത്തുകയും പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രാക്ട് ചെയ്തു കഴിഞ്ഞാൽ ബോത്ത് എ ആൻഡ് ബി ആർ പേഴ്സണലി റെസ്പോൺസിബിൾ ടു പെർഫോം ദി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫ് ദി കോൺട്രാക്ട് ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ട്രേഡഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ബൈ ദ ടേം OTC. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾ തമ്മിൽ ഏതെങ്കിലും വിധത്തിലുള്ള വസ്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസിന്റെ അടിസ്ഥാനത്തിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ യൂട്ടിലൈസ് ചെയ്യാതെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റുകളെയാണ് നമ്മൾ OTC കോൺട്രാക്ട് എന്ന് പറയുന്നത്.
പറയുന്നതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള 4 ക്ലാസിഫിക്കേഷനിൽ ഫോർവേഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത് OTC കോൺട്രാക്ട് ആണ്. സ്വാപ്പ് എന്ന് പറയുന്നത് OTC കോൺട്രാക്ട് ആണ്. അതേ സമയത്ത് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് ഈ പറയുന്ന എന്താ പറയാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്ട് ആണ്. അപ്പൊ പേഴ്സണലി നോയിങ് പേഴ്സൺസ് created a particular contract to perform their part according to the terms and conditions is called OTC contract. അതേസമയത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ കൂടി ട്രേഡ് ചെയ്യുന്നതായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻസിൽ വരുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡ് കോൺട്രാക്ട് എന്ന് പറയുന്നത്. ഇനി OTC കോൺട്രാക്ടിന്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ there is limitless flexibility in contract designing. രണ്ടാൾക്കാരും വ്യക്തിപരമായിട്ട് അറിയാവുന്നത് ആയതുകൊണ്ട് അവരുടെ താല്പര്യത്തിനും അവരുടെ സന്തോഷത്തിനും അനുസരിച്ച് എത്ര തുകയ്ക്ക് വേണമെങ്കിലും ഏതൊക്കെ കമ്മോഡിറ്റിക്ക് വേണമെങ്കിലും കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ് OTC കോൺട്രാക്ടിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കസ്റ്റമൈസ്ഡ് ടു ദ റിക്വയർമെന്റ് ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടീസ്. കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ടാണ് ഈ കോൺട്രാക്റ്റിലെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫിക്സ് ചെയ്യുന്നത്. അതാണ് കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്നത്. ഇപ്പൊ എയും ബിയും കൂടി കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ടാൾക്കാർക്കും സ്വീകാര്യമായിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാൾക്കാർക്കും ആ കോൺട്രാക്റ്റുകാരന് സന്തോഷം ഉണ്ടാകത്തക്ക വിധത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. അല്ലാതെ രണ്ടാൾക്കാർക്കും ദ്രോഹം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ രണ്ടാൾക്കാർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു കാരണവശാലും ആ പർട്ടിക്കുലർ കോൺട്രാക്റ്റിൽ ക്രിയേറ്റ് ചെയ്യില്ല എന്നുള്ളതാണ് OTC കോൺട്രാക്ടിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് ദ അണ്ടർലൈങ് അസറ്റ് ക്യാൻ ബി എനിത്തിങ് ആൻഡ് ദ സൈസ് ഓഫ് ദി കോൺട്രാക്ട് ക്യാൻ ബി ഓഫ് എനി എമൗണ്ട് ആൻഡ് ദ ഡെലിവറി ക്യാൻ ബി മെയ്ഡ് അറ്റ് എനി ടൈം ആൻഡ് അറ്റ് എനി ലൊക്കേഷൻ. ഏത് കാര്യങ്ങളാണെങ്കിലും അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടീസിന്റെ താല്പര്യപ്രകാരമാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഏത് വസ്തുവാണ് എന്നുള്ളത്, എത്ര രൂപയ്ക്കാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്, ഏത് സമയത്താണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടുന്നത് എന്നുള്ളത്, ഏത് സ്ഥലത്ത് വെച്ചാണ് എക്സ്ചേഞ്ച് ചെയ്യേണ്ടുന്നത് എന്നുള്ളത് ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ള പാർട്ടീസിന്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് OTC കോൺട്രാക്റ്റിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ടാവുമല്ലോ. അതിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് ദ മാച്ചിങ് പാർട്ടീസ്. എന്റെ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് മറ്റൊരാളെ കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല. നമ്മൾ ആൾക്കാരുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണോ പറയുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനാണ് വേറുള്ള ആൾക്കാർ മിക്കവാറും ആഗ്രഹിക്കുന്നത്. അപ്പൊ എന്റെ ചോയ്സിന് അനുസൃതമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാകുന്ന ഒരാളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ OTC കോൺട്രാക്ടിന്റെ ഏറ്റവും വലിയ ഒരു ഡിഫിക്കൽറ്റി ആയിട്ട് നമ്മൾ കണക്കാക്കേണ്ടുന്നത്. ഇനി രണ്ടാമത്തെ ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ദർ ഈസ് ക്രെഡിറ്റ് റിസ്ക്. ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് റിസ്ക് ഉള്ളതാണ് OTC കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ വിച്ച് മീൻസ് വൺ ഓഫ് ദ പാർട്ടീസ് ടു ദ കോൺട്രാക്ട് മേ ഫെയിൽ ടു ഹോണർ ദി ഒബ്ലിഗേഷൻസ്. ഇപ്പൊ എയും ബിയും കൂടി വളരെ അടുത്തറിയാവുന്ന ആൾക്കാരാണ്. അവര് അതിന്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാക്ട് ആണെങ്കിലും ഐദർ എ ഓർ ബി ക്യാൻ ഫെയിൽ ടു ഹോണർ ദെയർ പാർട്ട് ഇൻ ദാറ്റ് പർട്ടിക്കുലർ കോൺട്രാക്ട്. നമുക്ക് അത് പെർഫോം ചെയ്യുന്നത് വരെ യാതൊരു ഉറപ്പുമില്ല നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള കോൺട്രാക്ട് പ്രകാരം പാർട്ടീസ് ആക്ട് ചെയ്തോളണം എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരു എന്താ പറയാ രണ്ട് പാർട്ടീസ് തമ്മിൽ വെൽ നോൺ ആണ്, അതുകൊണ്ടാണ് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്കിലും അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോ ഇത് ചെയ്തിട്ടില്ലെങ്കിലും മറ്റാളൊന്നും പറയാൻ സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് അത് ഫെയിൽ ആവാനായിട്ട് അല്ലെങ്കിൽ ഹോണർ ചെയ്യാതിരിക്കാനായിട്ട് ഉള്ള പോസിബിലിറ്റി എന്ന് പറയുന്നത് കമ്പാരാറ്റീവ്ലി കൂടുതലാണ്. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദർ ഈസ് സ്ക്യൂഡ് പ്രൈസിങ് ആസ് ടു പാർട്ടീസ് ആർ നോട്ട് ഈക്വലി സ്ട്രോങ്. രണ്ടാൾക്കാരും ഒരേപോലെ പ്രബലരല്ല എങ്കിൽ
ഏതാളാണോ പ്രബലൻ ആയിട്ടുള്ളത് അയാൾ ഡിസൈഡ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ആ കോൺട്രാക്റ്റിലെ പ്രൈസ് എന്ന് പറയുന്നത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ആൾക്കാരും തുല്യ ശക്തിയിലുള്ള ആൾക്കാരാണെങ്കിൽ അവർ രണ്ടാളും കൂടി ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും ആ കോൺട്രാക്റ്റിലെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത്. അതേസമയത്ത് ഒരാൾ സ്ട്രോങ്ങും ഒരാൾ ദുർബലനുമാണ്, അല്ലെങ്കിൽ രണ്ടാൾക്കാരും താരതമ്യേന ദുർബലരാണെങ്കിൽ ആ കോൺട്രാക്റ്റിലെ പ്രൈസ് ഡിസൈഡ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ഹൈ. രണ്ടാൾക്കാർ പേഴ്സണലി അവരുടെ സൗകര്യത്തിനനുസരിച്ച് ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള ടൈമാണ്, അവർ ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള ലൊക്കേഷനാണ്, അവർ ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, അവർ ഡിസൈഡ് ചെയ്യുന്നതായിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പൊ താരതമ്യേന അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള പ്രൈസ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി കൂടുതലാണ് എന്നുള്ളതാണ് ഈ കോൺട്രാക്റ്റിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടി ട്രാൻസാക്ഷൻസ് നടത്തുന്നതാണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് ആണ് പ്രധാനമായിട്ട് ഈ എന്താ പറയുക സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡെറിവേറ്റീവ്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓപ്ഷൻസ് എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ട്രേഡഡും ഉണ്ട്, അതേപോലെ തന്നെ OTC ട്രാൻസാക്ഷൻസ് ഉണ്ട്. അക്കോർഡിംഗ് ടു ദ ട്രേഡിംഗ് ഹാബിറ്റ് ഇറ്റ് മേ ബി എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് ഓർ ഇറ്റ് ക്യാൻ ബി OTC ഡെറിവേറ്റീവ്സ്. ഇനി എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിന്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദീസ് ആർ ഫ്രീ ഫ്രം കൗണ്ടർ പാർട്ടി റിസ്ക്. കൗണ്ടർ പാർട്ടീസിന് യാതൊരു കാരണവശാലും ബാധ്യത ക്രിയേറ്റ് ചെയ്യാത്തതാണ് ഈ പറയുന്ന എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. കാരണം അതിന്റെ ബാധ്യത ഏറ്റെടുക്കുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. അതല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിക്ക് യാതൊരു കാരണവശാലും ഈ സെക്യൂരിറ്റി സെയിൽസ് നടത്തുന്നതിൽ റിസ്ക് എന്ന് പറയുന്നത് ഇൻവോൾവ് ചെയ്യുന്നില്ല. രണ്ടാമത് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഈസ് ട്രാൻസ്പാരന്റ് ആൻഡ് നോമിനൽ. നേരത്തെ നമ്മൾ പറഞ്ഞു OTCയിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കമ്പാരറ്റീവ്ലി ഹൈ ആണ്. അതേപോലെ തന്നെ അത് ഹൈഡ് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും ഈ പറയുന്ന കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കുക. പക്ഷെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൽ അങ്ങനെയല്ല. ട്രാൻസാക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് നോമിനൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്പാരന്റ്. ആൻഡ് തേർഡ്ലി ഇൻവെസ്റ്റേഴ്സ് ക്യാൻ എൻറ്റർ ആൻഡ് എക്സിറ്റ് ഫ്രം ഡെറിവേറ്റീവ് പൊസിഷൻസ് very conveniently as trading take place continuously. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ സെക്യൂരിറ്റീസ് വാങ്ങിക്കുക വിൽക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതായതുകൊണ്ട് ഏതാൾക്കാർക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഫ്രീ ആയിട്ട് കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്യാം, ഏത് സമയത്ത് വേണമെങ്കിലും കോൺട്രാക്റ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഒന്നാമത് ദേ ആർ ലെസ് ഫ്ലെക്സിബിൾ. സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ നമ്മൾ പറഞ്ഞു സെബി ഗൈഡ് ലൈൻസ് അനുസരിച്ച് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡയറക്ഷൻസിനനുസരിച്ച് ഫംഗ്ഷൻ ചെയ്യുന്നതായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആണ്. അപ്പൊ ആളും തരം അനുസരിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാറ്റാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജ്. ആൻഡ് സെക്കൻഡ്ലി ദേ ആർ നോട്ട് കസ്റ്റമൈസ്ഡ് ടു ദ റിക്വയർമെന്റ്സ് ഓഫ് ദി കോൺട്രാക്ടിംഗ് പാർട്ടീസ്. കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുടെ തഞ്ചത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OTC കോൺട്രാക്റ്റിലുള്ളതുപോലെയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒരു കാരണവശാലും എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിൽ ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് മുൻകൂറായിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള റിക്വയർമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഫോളോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ചില ആൾക്കാർക്ക് ഈ പറയുന്ന റിക്വയർമെന്റ്സ് എല്ലാം കൂടി സാറ്റിസ്ഫൈ ചെയ്തിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യുക, അതല്ലെങ്കിൽ സെയിൽസ് നടത്തുക എന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയിരിക്കും. അതാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സിന്റെ ഡിസഡ്വാൻറ്റേജ്. ബാക്കി നാളെ. താങ്ക് യു.